ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഹൈദരാബാദി ദം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഓയിലേക്ക് കിസ്മിസും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. അതൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ അതൊന്ന് കോരി മാറ്റി വയ്ക്കാം. അതേ ഓയിലേക്ക് തന്നെ സവോള കനം കുറഞ്ഞരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്ക് സവോള കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 കിലോ ചിക്കനാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ വെച്ച് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കാനുണ്ട് കേട്ടോ. സഹജീരകം മസ്റ്റാണ് കേട്ടോ. സഹജീരകം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ സഹജീരകം, അതുപോലെ കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ പെരിഞ്ജീരകം എന്നിവ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. സഹജീരകം മസ്റ്റാണ്. അതാണ് നമ്മുടെ ഈ ബിരിയാണിയിലേക്ക് ഒരു ഫ്ലേവർ തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ അതേ ഓയിലിലേക്ക് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരു 60% കുക്കായാൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുന്ന സമയത്ത് കുക്കായിക്കോളും. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ ഫ്രൈ ചെയ്യാതെയാണ് ചിക്കൻ ഇടുന്നത്. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നത്. നല്ലോണം ഫ്രൈ ചെയ്യുന്നില്ല, ഒരു 30% മാത്രം ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ ഇടുന്നുള്ളൂ. ഇനി 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ഇടുന്നത്. വേറെ മസാലകളൊന്നും ഇടുന്നില്ല. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാലയൊന്നും ചേർക്കില്ല കേട്ടോ. മല്ലിപ്പൊടി ഇട്ടു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗരം മസാലയില്ലേ, അത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല മുഴുവൻ ഇതിലേക്ക് ചേർക്കണേ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ് ഞാൻ. അപ്പോൾ പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മുളക് പൊടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി മല്ലിച്ചപ്പും പുതിനയും കുറച്ചധികം തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പും പുതിനയും ഞാൻ ആവശ്യത്തിനേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി റൈസിൻ്റെ കൂടെ ഇടാനാണ്. ഇനി അതിലേക്ക് യോഗേർട്ട് അല്ലെങ്കിൽ തൈര്. അപ്പോൾ ഞാനിവിടെ തൈരാണ് എടുത്തിട്ടുള്ളത്. ചിലർ യോഗേർട്ട് ഇടും. യോഗേർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ തൈര് എടുത്തിട്ടുള്ളത്. യോഗേർട്ട് ആയിരിക്കും ബെസ്റ്റ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് ഓണിയൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നാരങ്ങ സ്ക്വീസ്, അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, വറ്റിച്ചെടുക്കുന്നില്ല. അതെല്ലാം വെച്ച് നമ്മൾ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ എൻ്റെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഒരു തവ എടുത്ത് അതിലേക്ക് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു സ്ലോ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വല്ലാണ്ടിട്ട് ഇളക്കി മറിക്കരുത്. ചെറുതായിട്ടൊന്ന് ക്ലോക്ക് വൈസിൽ ഇളക്കി കൊടുത്താൽ മതി. ഇനി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാറ്റി വെച്ച റൈസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് ആൻഡ് സെക്കൻഡ് ബാച്ച് എന്നുള്ളതിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് സാഫ്രോൺ, നമ്മുടെ കുങ്കുമപ്പൂവും പാലും കൂടി ചേർത്തിട്ടുള്ളത് ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി മേലെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗീ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചിലർക്ക് ഗീയുടെ സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഗീ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അതിനുശേഷം സെക്കൻഡ് ബാച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. സെക്കൻഡ് ബാച്ചും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ സാഫ്രോൺ മിക്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതേപോലെ തന്നെ മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിട്ട് കൊടുക്കാം. അതിനുശേഷം നെയ്യ് ഒറ്റിച്ച് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂറോളം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മിട്ട് കൊടുത്തു. അതിനുശേഷം ഗീ ഞാൻ മറന്നുപോയി. അപ്പോൾ ഗീ കൂടെ ഒഴിച്ച് അത് അടച്ച് വെച്ച് ദമ്മിടാം. അപ്പോൾ നമ്മുടെ
അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്